ഹലോ ഗൈസ്, വെൽക്കം ടു ഗ്ലോയിങ് ഗംഗാസ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ്. നമുക്ക് ഒരു ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. 1 കിലോളം ചെമ്മീൻ കിട്ടി. പക്ഷേ ക്ലീൻ ചെയ്ത് വന്നപ്പോൾ ഒരു 3/4 കിലോ ഉള്ളൂ. ബാക്കി ഫുൾ വേസ്റ്റായി. ചെമ്മീൻ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് കറി വെച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ ഗൈസ്. നമുക്ക് ഈ ചെമ്മീൻ്റെ മീറ്റ് വെച്ചിട്ട് ഒരു ചെറിയൊരു ചെമ്മീൻ തോരൻ ഉണ്ടാക്കാം. ഗൈസ്, മൺചട്ടിയാണ് നമ്മൾ ചെമ്മീൻ തോരന് വേണ്ടി എടുത്തേക്കുന്നത്. ഞാൻ ചെമ്മീൻ കിള്ളാൻ പോയ സമയം കൊണ്ട് അമ്മ ചെമ്മീൻ തോരന് വേണ്ടിയുള്ള എല്ലാ സാധനമൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി അമ്മ എടുത്തേക്കുന്നത് കുറച്ച് തേങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് സവോളയും, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പിലയും, പിന്നെ ചെമ്മീൻ്റെ മെയിൻ സാധനമാണ് നമ്മൾ ചെമ്മീൻ തോരനും മീൻ തോരനൊക്കെ മെയിനായിട്ട് ഉപയോഗിക്കുന്നതാണ് കുടംപുളി ഇല്ലേ. അതായത് നമ്മളെ കുടംപുളി എന്ന് പറയും. ഈ സാധനം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കോട്ടയത്തൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുടംപുളി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ചീഞ്ചട്ടി ചൂടാക്കാം. ഗൈസ്, അങ്ങനെ ചട്ടി നല്ലപോലെ ചൂടായി. അതിലോട്ട് കുറച്ച് കോക്കനട്ട് ഓയിലും അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ കടുകില്ലേ, കടുകും ആഡ് ചെയ്തു. കടുകൊക്കെ പൊട്ടി തുടങ്ങി. ഇനി നമ്മളിതിലോട്ട് അരപ്പിടാൻ പോവുകയാണ്. ഈ അരപ്പിട്ടതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി എണ്ണയൊക്കെ ആയിട്ടൊന്ന് യോജിപ്പിക്കുക. ഭയങ്കര ചൂടാണ് ഗൈസ്, നല്ല പുകയുണ്ട് ഇവിടെ. ഇനി അമ്മ ഇപ്പം തീ കുറച്ചിട്ടുണ്ട്, അധികം കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. നമ്മളിതിലോട്ട് ചെമ്മീൻ ആഡ് ചെയ്യേണ്ടതാണ്. നമ്മൾ കഴുകി വെച്ചാൽ നല്ല വൃത്തിക്ക് കഴുകി വെച്ച ചെമ്മീനൊക്കെ ആഡ് ചെയ്ത്, കുഞ്ഞു ചെമ്മീനാട്ടോ. കണ്ടപ്പോൾ നല്ല വലിപ്പം ഉണ്ടെങ്കിലും ഇത് ക്ലീനായി വന്നപ്പോഴത്തേക്കും വളരെ ചെറുതായി പോയി. നമ്മൾ ചെമ്മീൻ ഫുള്ളും എടുത്തില്ല, കാരണം കുറച്ചെടുത്ത് പമ്പിച്ചിട്ടുണ്ട് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി. തോരനുള്ള ചെമ്മീൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നല്ലപോലെ നമ്മൾ ഇത് മിക്സ് ചെയ്യേണ്ടതാണ്. കുടംപുളി ആഡ് ചെയ്യുക. പുളിയുടെ എണ്ണം എന്ന് പറയുന്നത് നമുക്ക് എത്രയാണോ പുളി വേണ്ടത് അതനുസരിച്ച് വേണം നമ്മൾ കുടംപുളി ആഡ് ചെയ്യാൻ വേണ്ടി. ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിക്കണം, ഇത് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി. കാണുമ്പോൾ അറിയാൻ പറ്റും വെള്ളത്തിൻ്റെ അളവ്. അതായത് ഈ സാധനം മുങ്ങിക്കിടക്കുന്ന പോലെ ഏകദേശം അത്രയൊക്കെ തന്നെ വെള്ളം വേണം. അപ്പോൾ നല്ലപോലെ ചെമ്മീൻ വെന്ത് കിട്ടുമല്ലോ. അതായത് കണ്ടല്ലോ, ചെമ്മീൻ അടിയിലാണ്, വെള്ളത്തിനടിയിലാക്കണം. അപ്പോൾ ഇത്രയും വെള്ളമെങ്കിലും നമ്മൾ ഒഴിക്കേണ്ടതാണ്. അവിടെ അടച്ച് ഒരു 10 മിനിറ്റ്, 10 അല്ലെങ്കിൽ 12 മിനിറ്റോളം നമ്മളിത് വേവിക്കേണ്ടതാണ്. ഗൈസ്, ഇതിൽ തക്കാളി ഇട്ടിട്ടുണ്ട്, അത് നമ്മൾ പറയാൻ വിട്ടുപോയതാണ്. 5 മിനിറ്റോളം നമ്മളിത് വേവിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് തുറന്ന് നോക്കാമായോ എന്ന്. ഗൈസ്, നല്ലപോലെ ഇതെല്ലാം വറ്റി നല്ല വരണ്ടെടുത്തിട്ടുണ്ട്. നല്ല പുകയൊക്കെ ഉണ്ട്, നല്ല മണം. ഇവിടെ ഫുള്ള് നല്ല ഒരു ചെമ്മീൻ തോരൻ്റെയൊക്കെ നല്ല മണമാണ് കേട്ടോ. അതുകൊണ്ട് എൻ്റെ ചേട്ടൻ ഇപ്പം തന്നെ ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് കഴിക്കാൻ വേണ്ടി. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. അതുകൊണ്ട് കുറച്ചുകൂടെ വറ്റാനുണ്ട് വെള്ളം. ഗൈസ്, അങ്ങനെ ഇത് കുറച്ച് വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചോറിൻ്റെ കൂടെ കഴിക്കാം. ഗൈസ്, എൻ്റെ ഉച്ചക്കത്തെ ഊണ് ഇന്ന് അടിപൊളിയാണ്. ഇന്നലെ വെച്ച മീൻകറിയുടെ ചാറും, പിന്നെ അതിൻ്റെ കഷ്ണം എടുത്തില്ല, കാരണം എനിക്ക് കഷ്ണം അത്ര ഇഷ്ടമല്ല. ചാറാണ് എനിക്ക് ഒത്തിരി ഇഷ്ടം. കുടംപുളി ഇട്ട് വെച്ച നല്ല ഒന്നാന്തരം മീൻകറിയാണ്, അതിൻ്റെ ചാറും, പിന്നെ നല്ല കുത്തരിച്ചോറും, പിന്നെ മാങ്ങാപ്പഴമില്ലേ, മാങ്ങാപ്പഴത്തിൻ്റെ അച്ചാറും, പിന്നെ തേങ്ങാ ചമ്മന്തിയും, പിന്നെ നമ്മളുടെ വള്ളിപ്പയറെന്ന് പറയത്തില്ലേ, വള്ളിപ്പയറിൻ്റെ മെഴുക്കുവരട്ടിയാണ്, തോരനല്ല മെഴുക്കുവരട്ടി. പിന്നെ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഡിഷായിട്ടുള്ള നമ്മുടെ ചെമ്മീൻ തോരനുമാണ് നമ്മൾ ഇന്നത്തെ ഉച്ചക്കത്തെ ഊണിനുള്ള സംഭവങ്ങളെന്ന് പറയുന്നത്. ഇത് കഴിച്ചു വെക്കാം. എനിക്ക് ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഇവിടെ ചെമ്മീൻ കിട്ടിയാലും ഞാൻ വാങ്ങി കഴിക്കും. പക്ഷെ പൈസ കുറച്ച് കൂടുതലായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് അത്ര എമൗണ്ട് ഒന്നും നമുക്ക് എക്സ്പെൻസ് ഒക്കെ പറ്റില്ല, നല്ല എമൗണ്ടാണ്. ഇത് തന്നെ 1 കിലോയ്ക്ക് 350 രൂപ 400 രൂപ റേഞ്ച് വരുവേ. അവിടെ വല്ലപ്പോഴും ഒക്കെ വാങ്ങത്തുള്ളൂ വീട്ടിലെ ചെമ്മീൻ. അപ്പം നമ്മൾ ഈ മീൻചാറിൻ്റെ കൂടെ ഇച്ചിരി ചെമ്മീനും കൂടെ കൂട്ടിയത് കഴിച്ചു വെക്കാം. അടിപൊളി ടേസ്റ്റ്, ഒന്നും പറയാല്ല, നല്ല ടേസ്റ്റാണ്. ഈ മീൻകറി അധികം എരിവില്ല, കാശ്മീരി മുളകായിട്ട് വെച്ച എരിവില്ലാത്ത മീൻകറിയാണ്. അധികം ഇല്ല, കുറച്ച് എരിവേ ഉള്ളൂ. അതിൻ്റെ കൂടി ചെമ്മീനോട് കൂടി കഴിക്കുമ്പോൾ സ്വർഗ്ഗമാണ്. സാധനം എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം വീട്ടിൽ. ഭയങ്കര സിമ്പിളാണ്, അധികം ഐറ്റംസ് ഒന്നും ഇല്ല. നിങ്ങൾ കണ്ടതാണ്, വളരെ സിമ്പിളായിട്ടുള്ള ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഞാൻ ഈ വീഡിയോ അധികം നേരം എടുക്കുന്നില്ല, കാരണം എൻ്റെ വായിക്കൂടെ വെള്ളം വരുവാണ് ഗൈസ്. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നത് വരെ